into 1 by y the whole raised to minus 5 equal to 32. Find xy. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എക്സ് വൈയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 by x into 1 by y ഞാൻ 1 by xy എന്ന് എഴുതുവാണ്. The whole raised to minus 5 equal to 32. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്. അതായത് എക്സ് റൈസ് ടു 1 വൈ റൈസ് ടു 1നെ നമുക്ക് എക്സ് വൈ ദ ഹോൾ റൈസ് ടു 1 എന്ന് എഴുതാലോ. അപ്പോൾ ഇവിടെ എക്സ് വൈയുടെ പവർ എന്താണ്? 1 ആണ്. ഇനി ഞാൻ ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് എക്സ് വൈ ദ ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടും. ഇനി ഇതിന് മൊത്തത്തിൽ ഒരു പവറും കൂടെ വരും, അതാണ് -5. അപ്പൊ -5 അതിന് പുറത്ത് എഴുതുവാണ് ഈക്വൽ ടു 32. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എങ്ങനെ എഴുതുന്നത്? എ റൈസ് ടു എം ഇൻറ്റു എൻ. അതായത് എക്സ് വൈ എഴുതിയിട്ട് ഈ രണ്ട് പവറും കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ -1 ഇൻറ്റു -5 +5 ആണ്. അപ്പൊ എക്സ് വൈ ദ ഹോൾ റൈസ് ടു 5 നമുക്ക് കിട്ടും ഈക്വൽ ടു 32. ഇവിടെ നോക്കാം, ഇവിടെ 32നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 റൈസ് ടു 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 32നെ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 5. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എക്സ് വൈ ദ ഹോൾ റൈസ് ടു 5ഉം റൈറ്റ് സൈഡിൽ 2 റൈസ് ടു 5ഉം ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്, രണ്ടിന്റെയും പവർ ഈക്വൽ ആണ്. അപ്പൊ ബേസും ഈക്വൽ ആയേ പറ്റൂ. അതായത് എക്സ് വൈ ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.